മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 9 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്. യേശു ഗെത്സമേൻ തോട്ടത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് വേണ്ടി തൻ്റെ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന വളരെ ശക്തമായ ഒരു പ്രാർത്ഥനയാണ് ഈ വചനഭാഗത്ത് നമ്മൾ കാണുന്നത്. തങ്ങളുടെ നാഥൻ ഈ ലോകത്തിൽ നിന്നും തൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോവുകയാണെന്ന് അറിഞ്ഞ ശിഷ്യന്മാർ വളരെ ദുഃഖിതരായി എന്ത് ചെയ്യണമെന്നറിയാതെ ഭയപ്പെട്ടു. ഇത് മനസ്സിലാക്കി യേശു തമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തുവാനും ഈ ലോകത്തിലെ ദുഷ്ടതകളിൽ നിന്ന് അവരെ രക്ഷിക്കുവാനും വചനമാവുന്ന സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടുവാനും വേണ്ടി പിതാവിനോട് പ്രാർത്ഥിക്കുന്നു. സ്നേഹമുള്ളവരെ, ഇവിടെ യേശു തമ്പുരാൻ തൻ്റെ പ്രിയപ്പെട്ടവരോടുള്ള സ്നേഹവും കരുതലുമാണ് പ്രകടമാക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും പലതരത്തിലുള്ള പ്രയാസങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ നമ്മൾ ഓർക്കണം, നമുക്ക് വേണ്ടി ഇടപെടുന്ന സ്നേഹവും കരുതലുമുള്ള ഒരു യേശു തമ്പുരാൻ നമ്മുടെ കൂടെ ഉണ്ടെന്ന്. യേശു പറയുന്നു, ഈ ലോകത്തിനു വേണ്ടിയല്ല, അങ്ങ് എനിക്ക് തന്നവർക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എന്തെന്നാൽ അവർ അവിടത്തേക്കുള്ളവരാണ്. നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കൂ, ദൈവം ഈശോയ്ക്ക് കൊടുത്ത മക്കളിൽ നമ്മൾ ഉൾപ്പെടുന്നുണ്ടോ എന്ന്. നമ്മുടെ പ്രവൃത്തികളും ചിന്തകളും ദൈവരാജ്യത്തെയാണോ അതെയോ ഈ ലോകത്തെയാണോ മഹത്വപ്പെടുത്തുന്നതെന്ന്. നമ്മൾ ദൈവത്തിനുള്ളവരാണെന്ന ഉറച്ച വിശ്വാസത്തിൽ പിതാവും പുത്രനും ഒന്നായിരിക്കുന്നത് പോലെ നമ്മളും ദൈവത്തിൽ ഒന്നായിരിക്കുവാൻ വേണ്ടി പരിശ്രമിക്കാം. ഈ നോമ്പുകാലത്ത് ശിഷ്യന്മാർ ചെയ്തതുപോലെ ദൈവവചനം സ്വീകരിക്കുകയും ആ വചനം സത്യമാണെന്ന് മനസ്സിലാക്കുകയും ആ വചനത്താൽ വിശദീകരിക്കപ്പെടുകയും ചെയ്യുവാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കുകയും അതിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.